ES ട്രാവലിൻ്റെ പുതിയൊരു കാശ്മീർ സീരീസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പെഹൽഗാമിലെ തന്നെ അതിപ്രശസ്തമായ സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാശ്മീരിലെ വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് പ്ലേസായ ആരു വാലിയുടെയും മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പൈസ്രൻ വാലിയുടെയും ഒരു ട്രാവൽ സ്റ്റോറിയാണ്. ഇന്നലെ പെഹൽഗാമിനടുത്ത് തന്നെയുള്ള സോസ്റ്റൽ എന്ന് പറയുന്ന ബാക്ക് പാക്കേഴ്സിൻ്റെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തു. നമ്മുടെ ലഗേജെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ച് കിട്ടി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നേരെ പെഹൽഗാമിലേക്ക് എത്തി. പെഹൽഗാമിൽ നിന്നും ഒരു ചായ എല്ലാം കുടിച്ചു, കാരണം നല്ല തണുപ്പാണ്. ആദ്യമേ തന്നെ നമുക്ക് ആരു വാലിയിലേക്ക് പോകാം. കാശ്മീരിലെ ടോപ്പ് മോസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് തന്നെയാണ് ഈ ആരു വാലി എന്ന് പറയുന്നത്. ആരു വാലി അതിമനോഹരമായ വഴിയാണ് കേട്ടോ ഈ ആരു വാലിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഇടത് വശത്തുകൂടി ലിഡർ റിവറിൻ്റെ സൈഡിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ എന്തെന്നില്ലാത്ത വളരെ ഒരു ഉന്മേഷം ഈ യാത്രക്ക് കിട്ടുന്നുണ്ട്. ആരു വാലി എന്നറിയപ്പെടുന്ന ആ ഡെസ്റ്റിനേഷനേക്കാളും ഒരുപാട് ഭംഗിയുള്ളതാണ് കേട്ടോ ഇവിടുന്ന് പെഹൽഗാമിൽ നിന്നും ആരു വാലിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള റോഡിൻ്റെ താഴ്ഭാഗത്തു കൂടി ലിഡർ റിവറിൻ്റെ ഭാഗമായ ആരു റിവർ, ചുറ്റും നല്ല ഭംഗിയുള്ള മഞ്ഞ് നിറഞ്ഞ മലകൾ, എല്ലാം കൊണ്ടും വളരെ ഭംഗിയുള്ള ഒരു സ്ഥലവും അതിലൂടെയുള്ള യാത്ര ഫീൽ തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഞാൻ വണ്ടിയൊന്ന് നിർത്തി. ഇവിടെയുള്ള ആൾക്കാർ വളരെയധികം വരുന്ന ആൾക്കാരോട് വളരെയധികം സന്തോഷത്തോടെയും ഹൃദ്യമായിട്ടാണ് കേട്ടോ ഇവർ നമ്മളെ സ്വീകരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് ഞാൻ സംസാരിച്ചു. സമ്മർ ടൈമിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും വിൻ്ററിൽ ഹെവി സ്നോഫാൾ വീഴുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്. ഏകദേശം 6 ഫീറ്റ് വരെ അവരുടെ വീട്ടിൽ ഐസ് നിറയാറുണ്ട് അത്ര. ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസത്തിനപ്പുറത്തേക്ക് കൃഷി തന്നെയാണ്. ഈ ലിഡർ റിവർ ജമ്മു കാശ്മീരിലെ തന്നെ മനോഹരമായൊരു നദിയാണ്. ഇതിൻ്റെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായ വെള്ളവും മനോഹരമായ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടും ഈ നദിയെ യാത്രക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ആരു വാലിയിൽ എത്തി. പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം. ചില ആൾക്കാർ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ചെറുതായിട്ട് കുടിൽ വ്യവസായങ്ങൾ പോലെ നെയ്ത്ത് നടത്തുന്നുണ്ട്. നല്ല കാർപ്പറ്റ്, വുളൻ ഷോള് മുതലായ സാധനങ്ങൾ ഇവരിവിടെ കുടിൽ വ്യവസായമായി നടത്തുന്നുണ്ട്. അതിവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിറ്റ് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചാണ് പലരും ജീവിക്കുന്നത്. ഈ ആരു വാലിയിൽ നിന്ന് ഒരുപാട് ട്രക്കിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണ് കേട്ടോ. അതിൽപ്പെട്ടതാണ് കലാഹോയ് ഗ്ലേഷ്യറിലേക്കുള്ള ട്രക്കിംഗ്, ലിഡ്രവാട്ട് ട്രക്കിംഗ്, കാത്രിനാഗൽ വാലി ട്രക്കിംഗ്, തർസാർ മർസാർ ലേക്ക് ട്രക്കിംഗ്. തർസാർ മർസാർ എന്ന് പറയുന്നത് ഇവിടെയുള്ള കാശ്മീരിലെ തന്നെ പ്രധാനപ്പെട്ട 2 തടാകങ്ങളാണ്. അവിടേക്കുള്ള ട്രക്കിങ്ങും ആരു വാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാഹസികർക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ആരു നദിയുടെ തീരത്ത് ടെൻ്റ് അടിച്ച് ഇവിടെ തന്നെ കൂടുക എന്നുള്ളത്. ഈ ആരു വാലിയുടെ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പലതരം വിനോദങ്ങൾക്കുള്ള സാഹചര്യങ്ങളുണ്ട് കേട്ടോ. പെഹൽഗാമിൽ നിന്നോ അല്ലെങ്കിൽ ശ്രീനഗറിൽ നിന്നോ ടെൻ്റ് വാടകയ്ക്ക് എടുത്തിട്ട് അത്തരം താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ടെൻ്റ് സ്റ്റേ അടിക്കുകയാണെങ്കിൽ അതൊരു വളരെ വളരെ ഡിഫറൻ്റായ എക്സ്പീരിയൻസ് ആയിരിക്കും. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ സായാഹ്നം, ഇവിടുത്തെ രാത്രി എല്ലാം തന്നെ ആസ്വദിക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത്. ഞാൻ ഒറ്റക്കായത് കൊണ്ടും ഈ ഓപ്ഷൻ എനിക്ക് മുമ്പ് അറിയില്ലാത്തത് കൊണ്ടും തന്നെയാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിർന്നിട്ടില്ല. ഇനിയൊരു പ്രാവശ്യം ഒരുപക്ഷെ എനിക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ വരാനും ഇവിടെ വന്നിട്ട് ഒരു ടെൻ്റ് സ്റ്റേ നടത്താനുള്ള വളരെ അതിയായ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. നിങ്ങൾ പറ്റാവുന്ന ആൾക്കാർ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസത്തിനപ്പുറത്തേക്ക് കൃഷി തന്നെയാണ്. ബാർലി, ചോളം മുതലായ മെയിൻ കൃഷികളും
സാധാരണ വെജിറ്റബിൾസുമാണ് ഇവർ ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. വർഷത്തിൽ 6 മാസത്തോളം വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും. മത്സ്യബന്ധനം ആയാലും റാഫ്റ്റിംഗ് ആയാലും ഇതിൻ്റെ തീരത്തുള്ള ക്യാമ്പിംഗ് മുതലായ കാര്യങ്ങൾ കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ് നൽകുന്നത്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ തന്നെ അല്ലെങ്കിൽ കാശ്മീരിലെ തന്നെ പ്രശസ്തമായ ബൈസൺ വാലിയിലേക്കാണ്. പഹൽഗാമിൽ നിന്നും ഏകദേശം 2-3 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വലിയ വളരെ വിസ്താരമുള്ള ഈ പുൽമേടാണ്. 2 ഓപ്ഷനിൽ ഇതുവഴി യാത്ര ചെയ്യാം. ഒന്നുകിൽ പഹൽഗാമിൽ നിന്ന് തന്നെ ഒരു കുതിരയെ വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കയറി അങ്ങോട്ട് ഒരു കുതിര സവാരി നടത്താം. അതും അല്ലെങ്കിൽ ട്രക്കിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് നടന്ന് തന്നെ ഈ സ്ഥലം മുഴുവൻ കയറി നിങ്ങൾക്ക് ബൈസൺ വാലിയിൽ എത്താവുന്നതാണ്. കാശ്മീരിൽ തന്നെ ഡേഞ്ചറസ് ആയൊരു പോണി റൈഡിംഗ് ആണ്, ഒരു കുതിര സവാരിയാണ്. മലയുടെ എഡ്ജിലൂടെയാണ് ഈ കുതിരകളെല്ലാം നടന്നു പോകുന്നത്. ഗൈസ്, നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ, എത്ര ദൂരം അങ്ങനെ നടക്കേണ്ടി വരുന്നുള്ളേ. നടന്നു നോക്കാം. ഇത്തരം യാത്രയിൽ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ റിസ്ക് എന്ന് പറഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ട്രക്കിംഗ് ആണ്. ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ മുകളിലെത്തി. ടെൻ്റ് അടിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇതെല്ലാം. ചെറിയ ചെറിയ പൂക്കളുള്ള ഈ പുൽമേടുകളും ചുറ്റുമുള്ള ഏകാന്തതയും മനസ്സിന് അതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ ബൈസൺ വാലിയുടെ മുകളിലെത്തി. ഇതാണ് ഈ ബൈസൺ വാലിയുടെ എൻട്രൻസ്. വളരെ വിസ്തൃതമായൊരു പുൽമേട് തന്നെയാണിത്. ഏകദേശം യൂറോപ്യൻ രാജ്യങ്ങളോട് സാമ്യത ഉള്ളതുകൊണ്ടായിരിക്കാം മിനി സ്വിറ്റ്സർലൻഡ് എന്നുള്ള പേര് വിളിച്ചത്. ഇവിടെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും ഒരുപാട് എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. സിപ്പ് ലൈനിൽ കയറിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതുപോലെ സോർബിംഗ് തുടങ്ങിയ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ. വളരെ വിചിത്രമായ വളരെ വിസ്താരമുള്ള ഈ പച്ചപ്പ് നിറഞ്ഞ ഈ പുൽമേട് വളരെ റെയറായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കേട്ടോ. പോണി റൈഡിങ് നടത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സീനിയർ സിറ്റിസനായ അല്ലെങ്കിൽ പ്രായം അധികമുള്ള ആൾക്കാർ ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ തന്നെയാണ് കൂടെ ഉള്ളതെങ്കിലും ആൾക്കാർക്ക് നല്ല ടെൻഷനും അതേപോലെ തന്നെ നല്ല പേടിയും ഉള്ളത് കൊണ്ട് തന്നെ പലരും ഇതിൽ നിന്ന് ഇറങ്ങി നടക്കുന്നവർ വരെയുണ്ട്. സോർബിംഗ് എന്ന് പറയുന്ന ഈ വലിയ ബലൂണിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ നിന്ന് ആ ഇറക്കത്തിലേക്ക് ഇവർ തള്ളിവിടും. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അത് ട്രൈ ചെയ്യാം. ഫാമിലിക്ക് വന്നാൽ അതുപോലെ പിള്ളേർക്കെല്ലാം വളരെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ബൈസൺ വാലി എന്നറിയുന്നത്. वो आप लोग सिर्फ काम करने का? वो काम करने का है, सिर्फ एडवेंचर करने का। ड्राइवर जैसे गाड़ी का ड्राइवर रहता है ऐसे हम रहते हैं। ओ, आपका पैसा हमारा महीने के हिसाब से होता है। डेली? हाँ, वो महीने के हिसाब होता है, मालिक लोग को देता है। आप लोग को खुद नहीं ये खुद का नहीं है, खुद नहीं लगा सकते सब? सर हमारी इतनी ताकत कहाँ है। അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സ് റെൻറ്റിനെടുത്തിട്ട് അത് ധരിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഫോട്ടോഗ്രാഫേഴ്സിനും അതുപോലെ തന്നെ യാത്രികർക്കും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ബൈസൺ വാലി എന്ന് പറയുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും നല്ല മഞ്ഞ് നിറഞ്ഞ മലകൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു.
അടുത്ത കാശ്മീരിലെ തന്നെ നല്ലൊരു പ്രശസ്തമായ സ്ഥലമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ. സോളോ ട്രക്കിംഗ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ.